കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഇന്ന് പുലർച്ചെ മൂന്നാർ കല്ലാറിന് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴുകയായിരുന്നു. ഇതോടെ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാത വീണ്ടും അപകടക്കെണിയാവുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പരാതി പ്രവാഹമാണ്. മണ്ണിടിയില്ല എന്ന് അധികൃതർ പറയുമ്പോഴും തുടർച്ചയായി മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു. അടിമാലി ലക്ഷം വീട് ഉന്നതിക്ക് സമീപം നാടിനെ നടുക്കിയ ദുരന്തത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 30ഓളം വീടുകൾ തകരുകയും ചെയ്തു. എന്നിട്ടും അധികൃതർ പഠിക്കുന്നില്ല. ഇന്നലെ മാത്രം നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയിൽ നിരവധിയിടങ്ങളിൽ മണ്ണിടിയുകയും അടിമാലി ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയാണ് കല്ലാറിന് സമീപം 60-ാം മൈലിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയും മണ്ണും ഇടിഞ്ഞു താഴുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോൾ ഈ പണി നിർത്തിവെച്ച് ഇതിന്റെ ഈ മണ്ണെടുക്കുന്നതിൽ കുറച്ചും കൂടെ പഠനം നടത്തി വേണം പല സ്ഥലങ്ങളിലും മണ്ണും പാറ പൊട്ടിക്കലും നടക്കാൻ. ഇല്ലെങ്കിൽ ഗ്യാപ്പ് റോഡിന് സമാനമായി ഒരു ചെറിയ മഴ വന്നാൽ പോലും ഈ റോഡ് അടച്ചിടേണ്ട ദേശീയപാതയുടെ വികസനം തന്നെ മുടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഗതാഗത തടസ്സമില്ല. എന്നാൽ മഴ ശക്തമായാൽ റോഡിന്റെ ബാക്കി ഭാഗവും നിലം പതിക്കും. മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളും നേര്യമംഗലം വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. റിപ്പോർട്ടർ, ഇടുക്കി.